പൊന്നാനി രൂപീകരണത്തിന് ശേഷമുള്ള 7 തെരഞ്ഞെടുപ്പുകളിലും ലീഗിനൊപ്പം ഉറച്ചുനിന്ന മണ്ഡലം. തകർന്നടിഞ്ഞ ഘട്ടത്തിൽ പോലും UDFന്റെ മാനം കാത്ത മണ്ഡലം. ലീഗ് സ്ഥാനാർത്ഥിയായി ഇത്തവണയും ഇ.ടി. മുഹമ്മദ് ബഷീർ എത്തുമ്പോൾ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടത്തിനാണ് CPIM ഒരുങ്ങുന്നത്. മന്ത്രി KT ജലീൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നേതാക്കൾ അത് തള്ളിക്കളയുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് പരിചയമുള്ള ഒരാളെ തന്നെ മണ്ഡലത്തിലെത്തിക്കണമെന്നാണ് പ്രവർത്തകരുടെ വികാരം. മലപ്പുറത്തു നിന്നുള്ള CPIM നേതാവും സ്പീക്കറുമായ P. ശ്രീരാമകൃഷ്ണനും ജലീൽ സ്ഥാനാർത്ഥിയായി എത്തുന്നതാണ് താൽപര്യം. ചരടുവലികൾ ശക്തമായിരുന്നെങ്കിലും ബന്ധുനിയമന വിവാദം സ്ഥാനാർത്ഥിത്വത്തിന് വിലങ്ങുതടിയായി. വിവാദത്തിൽ ജലീലിന്റെ ജനസമ്മതി ഇടിഞ്ഞതായാണ് പാർട്ടി കണക്കുകൂട്ടൽ. ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുവഴി മുന്നണിക്ക് അതീതമായ വോട്ടുകളും പെട്ടിയിലാക്കാമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ നിയാസ് പുളിക്കലകത്തിന് നറുക്ക് വീഴും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി മണ്ഡലത്തിൽ പോരാടി അടിയറവ് പറഞ്ഞ നിയാസിന് തന്നെയാണ് നേതാക്കൾ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. മുൻ കോൺഗ്രസ് കുടുംബാംഗത്തെ മത്സരരംഗത്തിറക്കുന്നത് വഴി UDFലെ പടലപ്പിണക്കങ്ങൾ വോട്ടാക്കി മാറ്റാമെന്നും LDF കണക്കുകൂട്ടുന്നു. ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ഇത്തവണ രക്ഷപ്പെടില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. നിയാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിർപ്പുയർന്നാൽ താനൂർ MLA V. അബ്ദുറഹ്മാന് നറുക്ക് വീഴും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ.ടിക്കെതിരെ ഞെട്ടിക്കുന്ന പ്രകടനം നടത്തിയതും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ താനൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മണ്ഡലം കൈവിട്ടുപോകുമോ എന്ന ആശങ്കയും CPMനുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലകളുണ്ടാക്കിയ മുന്നേറ്റവും ശബരിമല സ്ത്രീപ്രവേശനവും വോട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് CPIM. പൊന്നാമരം കോട്ടയിൽ ഹരിത വിപ്ലവം തീർക്കാൻ ഒരു മഴ മുൻപേ ലീഗും ഒരുങ്ങിക്കഴിഞ്ഞു. മലപ്പുറത്തുനിന്ന് നൗഫൽ നസീർ, 24.